ഹലോ. ഹലോ. ഉം. എന്തെല്ലാ ഭക്ഷണം കഴിച്ചോ? ഹലോ ഇത്ര ഒരു നീട്ടല്. ഒന്ന് നീട്ടാന്ന് വിചാരിച്ച്. ഞാൻ ഭക്ഷണം കഴിച്ചു. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ലല്ലേ? ഞാൻ കഴിച്ചപ്പാ. കഴിക്കാണെന്താ? എവിടുന്ന? വീട്ടിൽ നിന്ന്? അനക്കടിയുണ്ട വീട്? നമ്മളെ മെസ്സിലെ ഭക്ഷണം കഴിച്ച്. സന്ദീപില്ലാടാ? അവൻ ഭക്ഷണം കഴിച്ചിട്ട് നേരെ പുറത്തേക്ക് പോയി. നിങ്ങൾ പോവാഞ്ഞി? ഞാൻ സാധാരണ അങ്ങനെ പോകണ്ടേ രാത്രി. അപ്പം പോക്കില്ലേ? അത് മുമ്പല്ലേ, ഇപ്പം പോക്കില്ലല്ലോ. ഇപ്പം നിന്നെ വിളിക്കുന്നോണ്ട് ഞാൻ ഫോൺ വിളിക്കാൻ നിൽക്കും, അവൻ പോകും. എന്നെ വിളിക്കുന്നോട് മാത്രം പോകണ്ടെന്നിരിക്കല്ലേ? നിന്റെ കരിപ്പ് തീർന്നിട്ടില്ല. അങ്ങനെയല്ല. നടക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ പേരും അവൻ പോകുന്നിടത്തെല്ലാം ചുറ്റിക്കറങ്ങി വരേണ്ടി വരും. മാറ്റാനൊക്കെ മനസ്സിലായിട്ടൊന്നല്ല കേട്ടാ. എന്ത് മാറ്റോ? വിളിക്കുമ്പോഴുള്ള മറ്റേ ഒരു മാതിരി സ്വഭാവവും. എന്ത് സ്വഭാവോ? അതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ആടെന്ന് വേണ്ടാതെന്ന് ആലോചിച്ച് കൂട്ടണ്ട കേട്ടാ. ലീവ് കിട്ടുവനി? ഞാൻ പറഞ്ഞില്ലേ ലീവ്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എത്ര മാസമായ? അത് മാസം ഇനിയിപ്പം പിന്നെ പറയണ്ട, പോവില്ല. 3 മാസമായിട്ടുള്ളു. നീ എന്തെന്നാ അങ്ങനെയുള്ള? അതെ, 3 മാസം. ഞാൻ പറഞ്ഞ 6 മാസത്തിലാണ് അവൻ 2 ആഴ്ചത്തെ ലീവ് വരുന്നത്. അത് എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഒന്ന് ഇവിടുത്തെ കറക്റ്റ് ആ സമയത്ത് വരാനേ പറ്റൂ. അല്ലേ പറഞ്ഞു? നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ ലീവ് ചോദിച്ചു വന്നാട്ടെ. അതെങ്ങനെയാന്ന് വരുമോ മോളെ? ഇവിടുന്ന് ലീവ് തരണ്ടേ? മോളല്ല. എന്നാ ഒന്നുമില്ല. അവിടുന്ന് ലീവ് ചോദിക്കൂല നിങ്ങൾ. അല്ല, സുന്ദരിയായ പെണ്ണ് പറഞ്ഞിക്കല് കേട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. ഞാടന്ന് ഇങ്ങോട്ട് വരുത്തുന്നുണ്ടാവുന്ന സുന്ദരിയായ പെണ്ണെന്ന് പറയാൻ അത് ഇവിടുത്തെ ഇത് ഹിന്ദിക്കാരത്തിയല്ലേ? ഇവിടെയുള്ള നാട്ടുകാരല്ലേ? ഭയങ്കര സുന്ദരി എന്നല്ലേ അവൻ പറയുന്ന കേട്ടിട്ട് അവൻ പറയുന്നത് ഞാൻ നിനക്ക് പറഞ്ഞതാണ്. നിങ്ങള് സ്വന്തം പറഞ്ഞല്ല? അതെ, കാഴ്ചക്ക് മോശമില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ ഉള്ളതുപോലെ പറഞ്ഞല്ലാണ്ട്. പക്ഷെ നിന്നെക്കാണി ഇഷ്ടമായിരുന്നില്ല കേട്ടോ. നീ അടിപൊളിയല്ലേ. എന്നെ പൊക്കി പറയുന്നു വേണ്ട, അവനക്കെല്ലാം മനസ്സിലായി. ഇനി അത് തീർത്തൊന്നും വേണ്ട ഇപ്പൊ. അതൊന്നല്ല, അനക്കെന്തായാലും നിന്നെക്കാണി ഇഷ്ടമായുള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടില്ല. എന്നെ പറ്റി പിടിക്കരുത്. നീ നല്ല അടിപൊളി സ്റ്റൈലല്ലേ. മറ്റേ ഉച്ചക്ക് വിളിക്കുന്നവര് ഉച്ചക്ക് വിളിക്കാണ്ടു രാത്രി നേരം വിളിക്കലു. അത് ഒരു ദിവസല്ലേ, ഇന്ന് ഉച്ചക്ക് ഞാൻ വിളിച്ചിട്ടില്ലേ? ഇന്ന് പറഞ്ഞോണ്ടല്ലേ വിളിച്ചിനി, ഇല്ലേ വിളിക്കില്ലല്ലോ. അതാരാ പറഞ്ഞ ഞാൻ ദിവസം വിളിക്കുന്നില്ല? അന്ന് ഒരു ദിവസം അവര് ആദ്യം പറഞ്ഞോണ്ട് നിങ്ങൾ അവര് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോയേന്. ഇനി പോകുന്നില്ലടി. പോയിട്ടില്ലെങ്കിൽ നല്ലേ. എന്താ? അല്ലെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല ഇപ്പൊ. വേഗം ലീവ് കിട്ടുമെങ്കിൽ നാട്ടിൽ പോവാ. ലീവ് ഞാന് ചോദിച്ചാലോ, കറക്റ്റ് 6 മാസത്തിലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് വരാം. നീ ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിക്കണ്ടേ? ഇവിടെ താമസിക്കുന്ന സ്ഥലം വേണ്ടേ? ആടെ വേറെ ഒരു റൂം എടുത്താൽ മതി. പിന്നെ ഇവിടെ ജോലി ചെയ്യണോ? നേരെ അങ്ങോട്ട് വന്നാ പോരെ, പണിയും കളഞ്ഞിട്ട്. എന്നാണ് വേണ്ടതെന്ന് ആലോചിക്കും. എനിക്ക് അന്യം അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നു വെച്ചു. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാല് ഇവിടെ അതിന് മാത്രം പോകാൻ കഴിയില്ല അല്ലേ? നീ മുന്നേ എവിടെ പോവാനാ? ഫോണെടുക്കൊന്നും പോകാൻ കഴിയില്ല. അങ്ങനെ നിന്നെയും കൂട്ടിട്ട് പോരാ. അങ്ങനെ പോവേ. പിന്നെ ഞാൻ അയ്യല്ലേ ഏന് നടക്കാൻ പോവാ. പിന്നെ പാർട്ടിക്കും മറ്റേ സൽക്കാരത്തിനാണ് പോവാൻ. പാർട്ടിയും സൽക്കാരൊന്നും ഇല്ല. പാർട്ടി എന്ത് സൽക്കാരം? ഇന്നലെ ഉച്ചക്ക് കഴിഞ്ഞ് ഇന്നലെയല്ല, മിഞ്ഞാത്തല്ല ഉച്ചക്ക്.
എപ്പായാലും വലിയ അതെന്ത് പാർട്ടി വന്നതിന്? ശ്ശേ, ഞാൻ പിന്നെ നിന്റെ അടുത്ത് പറയാണ്ടിരിക്കുവായിരുന്നു. ആ പറഞ്ഞതെല്ലാം കൂടി കൊളായ. ഇപ്പൊ പറയാണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കറിയണല്ലോ. എടാ ഇതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയല്ലോ. അല്ല ശരിക്കും ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണോ? അതെനിക്കറിയുന്നില്ല, എല്ലാവരും ചോദിച്ചു. ഇനി വരാൻ പറ്റുമെങ്കിൽ വാ, അല്ല ഞാൻ അങ്ങോട്ട് വരും. ഇത്രയും വരാൻ പറ്റുമെങ്കിൽ വാ, അല്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന. ഇത് നീ ഇത് പറയുമ്പോ നീ നിന്റെ വീട്ടിൽ പോണെന്ന് പറയുമ്പോഴല്ല ആളെന്നെങ്കിൽ അല്ലെങ്കിൽ വലിയ പണിയുണ്ട്. ആൾക്കാരൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നോളൂ. ഇത്രയും ദൂരം ട്രെയിനിലൊറ്റക്ക് നീ പിന്നെ ഇങ്ങ് എത്തി തന്നെ എത്തൂല, എത്തും. എനിക്കറിയില്ല. നിങ്ങളവിടെ കാത്തു നിന്നാ മതി. ഇവിടെ കാത്തു നിൽക്കുന്നു. എത്ര ദിവസം നിൽക്കാനാ? ഒരു ദിവസം നിന്നിട്ട് 2 ദിവസം നിന്നിട്ട് പോനാ? ഒരു ദിവസം നിൽക്കാനൊന്നല്ല, സ്ഥിരമായിരിക്കാൻ. സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം ഉണ്ടല്ലോ, പണിയെടുത്തിട്ട് കിട്ടുന്ന പൈസ. അത് പിന്നെ ഒന്നും ഉണ്ടല്ലോ, ഇവിടെ തന്നെ താമസിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ ദിവസങ്ങളല്ലേ ഇവിടെ ഒരു വെറുതെ റൂം എടുത്തപ്പോല്ലോ നമ്മള് നിൽക്കുമ്പോ ഒരു ചെറിയൊരു വീട് പോലെ തന്നെ എടുക്കണ്ട, അതിലും വലിയ പൈസ ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഒറ്റക്ക് വിടാൻ പറ്റൂല. ഇത്രയും കാലം ഞാൻ ഒറ്റക്കല്ലേന്നോട്. അതെനക്കറിയില്ലല്ലോ, കല്യാണം കഴിഞ്ഞാലുള്ളല്ലോ അറിയും. അതെനിക്കറിയില്ല. ഞാൻ അങ്ങോട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ. എന്നാലും ഞാൻ അങ്ങോട്ട് ലീവ് കിട്ടിയിട്ട് വരാൻ പറ്റുമോ നോക്കാം. വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇത് ഇതാക്കുക, ഒച്ചപ്പാടാക്കും. നീ ആടെന്ന് ഒച്ചപ്പാടാക്കിയിരുന്നോണ്ട് പിന്നെ എന്നെ ഫോണും വിളിക്കണ്ട. വിളിക്കണ്ടെന്ന് പറയും. ഫോണ് വിളിക്കാണ്ടിരിക്കാൻ പറ്റിപ്പോ? അതെന്ത് പരിപാടി? അത് എന്നിങ്ങനെ പെട്ടെന്ന് കലിപ്പുണ്ടാകേ? ഒന്നുമില്ല, അപ്പുറം ഇപ്പുറം പോയിട്ട് മറ്റേ അപ്പുറം ഇപ്പൊ നീ പോകുന്നില്ല പോരെ? അതെങ്ങനെ ഞാൻ അറിയാം, നിങ്ങൾ എന്നെ അറിയാണ്ട് പോയിട്ടുണ്ടെങ്കിലോ? പിന്നെ അറിയാണ്ട് പോവുക, അതെങ്ങനെ അറിയാണ്ട് പോവാ? നിങ്ങൾക്ക് പറ്റിയ ഫ്രണ്ടും ഉണ്ടല്ലോ. അനക്ക് പറ്റിയ ഫ്രണ്ടില്ല. ഇപ്പൊ അവനെന്താ എന്റെ കൂടെയാ? അവിടെ നാട്ടിലെന്റെ റൂമിലല്ലേ? അതെ, നാട്ടിലെ എന്റെ കൂടെ ഉള്ള ആളൊന്നുമല്ലല്ലോ. അത് ഓരോരുത്തരും ഓരോ സ്വഭാവമല്ലേ, അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതെ, നിങ്ങളെ റൂമിലല്ലേ താമസവും? എന്റെ റൂമിലാണ് താമസം, അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് പറ്റൂല. പറ്റൂല. അവൻ അവിടെ പോയി റൂം മാറിയിട്ട് താമസിക്കും. ബെസ്റ്റ്. ഞാനടി വേറെ മാറി താമസിക്കണ്ടേ? റൂമിനും പറ്റൂലേ? അങ്ങനെ മാറി താമസിക്കാനും പറ്റില്ല. ഞാനും നോക്കട്ടെ. എന്ത് നോക്കാൻ? ഒന്നുമില്ല, എനിക്കൊന്നും പറയുന്നില്ല. അങ്ങ് വരാൻ പറ്റൂല, ഇങ്ങോട്ട് വരാൻ പറ്റൂല, റൂം മാറാൻ പറ്റൂല. പിന്നെന്താ പറ്റുമോ? റൂം മാറിയത് കൊണ്ടുവന്ന കാര്യോ? വീട്ടിന്റെ എടുക്കുന്ന റൂം മാറുന്നു. ഈ വീട്ടിലിരിക്കുന്ന റൂം പറഞ്ഞ വേറെ റൂമൊന്നും ഇവിടെ കിട്ടാനുണ്ട്. കമ്പനീന്റെ അടുത്തുള്ള റൂം ഇവിടെ താമസിക്കാൻ പറ്റും. പിന്നെ കുറെ കിലോമീറ്റർ പോയിട്ട് നമുക്ക് ജോലിക്ക് വരാനും പോലും ചെയ്യണ്ടേ? നടന്നാ മതി കുറച്ച്. നടക്കുന്നില്ല. രാവിലെ നടക്കും. അതെ, രാവിലെ നടക്കണം, വൈകുന്നേരം നടക്കണ്ടേ? ജോലി കഴിഞ്ഞിട്ട് പോകും വേണ്ടേ? വീടിന്റെ അടുത്ത റൂമായ നല്ലതാണല്ലോ. വീടിന്റെ അടുത്ത് റൂമായതുകൊണ്ട് നല്ലതാണല്ലോ. എടാ എന്ത് നല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവരായിട്ടൊന്നും ഒരു കമ്പനി ഇല്ലേ. പുറത്തുനിന്ന് കാണുമല്ലോ. പുറത്തുനിന്ന് കാണാനോ? പുറത്തല്ല ഇങ്ങനെ നിന്നിട്ടുണ്ടാവൂലേ? നിങ്ങൾക്ക് കണ്ടൂടെ? പുറത്തുനിന്ന് ഇത് കണ്ടിട്ട് എന്ത് ചെയ്യാനാ? എനിക്കറിയില്ല. എനിക്കിത് കണ്ടിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ എനക്ക്. എന്ത് നീ ആരോട് സംസാരിക്കണമെന്നുണ്ടല്ലോന്നില്ല? എന്നോട് മാത്രമേ ഉണ്ടല്ലോ. ഞാൻ സംസാരിച്ചത് അങ്ങനെ വർണ്ണിക്കില്ല. മറ്റേ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേത്. അത് ശരി, ഇപ്പൊ വർണ്ണിച്ചതാണോ കുഴപ്പം? ഞാനുള്ളത് മാത്രമൊന്നുമല്ല, ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കില്ലല്ലോ. ഞാനെന്നാ വർണ്ണിച്ചിന്? അവൻ പറഞ്ഞ പിന്നെ ഇവിടുത്തെ പൊതുവെ ഉള്ള ആൾക്കാരുടെ ഒരു
ശരീരപ്രകൃതി അങ്ങനെയാ, അതല്ലേ പറഞ്ഞത്. ഞാൻ ഫോൺ വെച്ചിട്ട് പോയിനെ. എനിക്ക് ഇങ്ങനത്തെ ഒന്നും കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അല്ല ഇപ്പൊ ഞാനെന്താ പറഞ്ഞു, നീയല്ലേ പറഞ്ഞു. പിന്നെ അത് വിട്, നീ വെക്കല്ല, അത് വിട്. ആ കേസ് വിട്. ഇത് വിളിച്ചത് അത് പറയാൻ വേണ്ടി മാത്രം വിളിച്ചോലോ. പിന്നെന്നാ പറയണ്ടേ, പറ. എന്നാ പിന്നെ ഒന്നാന്ന് ചോദിച്ചാ പറ. അല്ല, വേറൊന്നും എനിക്ക് പറയാനില്ല. ഇത് ഒന്ന് ഉച്ചക്ക് നമ്മൾ വിളിച്ചു തരാം, അതെല്ലാം കഴിഞ്ഞല്ലേ, തീരുമാനമായാലും. പിന്നെ ഒന്ന് ആദ്യം തന്നെ പറയണ്ടേ. കഴിഞ്ഞിട്ടൊന്നുമില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെ കഴിയുവാ? ഇല്ല. നിങ്ങളിങ്ങ് വന്നാലേ കഴിയുള്ളൂ. അങ്ങനെ പെട്ടെന്ന് ഓടി വരാൻ പറ്റുന്നൊന്നും അല്ലല്ലോ, നമ്മളെ പണിയല്ലേ. എന്നാ പിന്നെ ഞാൻ ബുക്ക് ചെയ്യുന്നേ, നമുക്ക് മതി. എന്നാ തീരുമാനിക്കും. എന്നാ നീ വെച്ചിട്ട് പോ. ബുക്ക് ചെയ്യും. ഇതെന്നാ ഇത്?